ഹലോ നമസ്കാരം. ഇത് കാട്ടകമ്പാലിൻ്റെ ഒരു സൈഡ് പ്രദേശമാണ്. മലപ്പുറം ജില്ലയുടെ തുടക്കമാണ് ഇത്. ഇത് സായിൽക്കടവ് എന്ന് പറയാം ഈ ഭാഗത്തിന്. ഇത് പണ്ട് ഇവിടെ ഈ റോഡ് ഉണ്ടായിരുന്നില്ല, വെറുതെ പാലം മാത്രമായിരുന്നു. ഇപ്പോൾ പാടത്തിൻ്റെ നടുക്കൂടെ വലിയ റോഡ് വന്നിട്ട് അത് സമരങ്ങളും വരെ വെച്ചു. ഈ റോഡിൻ്റെ അവിടെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ജനങ്ങൾ വന്നിരിക്കും ഈ പാടം കാണാനും മറ്റുമായിട്ട്. ഇവിടെ സൈഡിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വന്നിരിക്കും എല്ലാവരും. ഇപ്പോൾ ഇത് മറുഭാഗത്ത് വെള്ളം കുറച്ച് റോട്ടിൽ കെട്ടിച്ചാടുണ്ട്. വണ്ടികളൊക്കെ അതിൽ പോകുമ്പോൾ ഒത്തിരി ശക്തിയിൽ തന്നെ വെള്ളം സൈഡിലേക്ക് ഒഴുകിയിട്ടുണ്ട്. ഈ കാണുന്ന റോഡ് മരങ്ങൾക്കൊക്കെയുള്ളതാണ്. പണ്ട് 2018 വെള്ളപ്പൊക്കത്തിൽ ഇവിടെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. മുറ്റുവരയ്ക്കൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. വണ്ടികളൊന്നും പോയിരുന്നില്ല. ഇപ്പോൾ റോഡ് ഉയർത്തി കണ്ട കാരണം കൊണ്ട് വണ്ടികൾക്കൊക്കെ പോകാൻ പറ്റും. അതാ മറുഭാഗത്ത് നിന്ന് ഈ പാലത്തിൻ്റെ അടി കൂടെ വെള്ളം കുത്തിച്ചാടുന്നുണ്ട്. കാണാണ്ട് ആ ദൃശ്യമാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഈ പാടം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കടൽ പോലെ നല്ല പരന്ന് കിടക്കുന്നുണ്ട്. അത് വലിയ കാട്ടാമ്പാലിൻ്റെ ചുറ്റും 3 ഭാഗവും ഉള്ള ഒരു പാടം ഒന്നായിട്ട് കിടക്കുന്നതാണ്. അവിടെ കയ്യേരികളൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്താണ് മരങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് വല ഇട്ടിട്ട് അതിൽ കാര്യമായിട്ടുള്ള മീനൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് കുഞ്ഞു കുഞ്ഞു മീനുകളേ ഉള്ളൂ. അതങ്ങനെ അതിന് ചെറിയ മീനായിട്ട് കിട്ടിയിട്ടുള്ളൂ. മീൻ പിടിച്ചിട്ട് കഴിയുന്നവരും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഗ്രാമത്തിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഇഞ്ചൻവര എന്ന് പറയും. മീൻ വല വലിയ മോട്ടർ അടിച്ചിട്ട് അതിൽ വലിയ വലിയ മീനുകളൊക്കെ പിടിച്ചിട്ട് കരാറ് എടുത്തിട്ടൊക്കെ മീനെടുത്ത് വിറ്റ് ഓണൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഇത് കാണാൻ തന്നെ എത്രയും ഭംഗിയും കടലിൻ്റെ രൂപത്തിൽ കിടക്കുന്ന വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ വെള്ളം മുഴുവൻ വറ്റിച്ചിട്ട് നവംബർ ഡിസംബറൊക്കെ ആയി കഴിഞ്ഞാൽ പുഞ്ച പണിയാൻ തുടങ്ങും. അപ്പോൾ മറ്റുള്ള ദിക്കിൽ നിന്നൊക്കെ എത്രയോ പേര് വന്നിട്ടാണ് ഇവിടെ ഞാറും നടാനൊക്കെ മീൻ പിടിച്ച് പോകുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒരു ചെറിയ മീനുകളൊക്കെ ഇവിടെ വഴിയിൽ കുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുഞ്ചപ്പണിക്കാലത്ത് കുറേ ബംഗാളികളും അതിഥി തൊഴിലാളികൾ പിന്നെ മറ്റുള്ള നാട്ടിൽ നിന്നൊക്കെ കുറേ പണിക്ക് ജനങ്ങൾ വരും. അതുപോലെ കൊയ്യണ സമയത്ത് ഉണ്ടാവും ചാക്ക് പിടിക്കാനും മെഷീനിൽ നിന്ന് നെല്ല് പിടിച്ചിടാനും ഒക്കെ ആയിട്ട് ഒരുപാട് ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണിത് പുഞ്ചപ്പണി. അതുപോലെ ആ കാലത്ത് വന്നു കഴിഞ്ഞാൽ റോഡ് നിറയെ നെല്ല് വിരിച്ചിട്ട് നെല്ലാവും. ടാർപ്പായൊക്കെ വിരിച്ചിട്ടിട്ട് നെല്ല് കൂട്ടിയിട്ടുണ്ടാവും. റോഡിൽ വന്നിരിക്കുന്നു. ഒരു സമയത്ത് റോട്ടിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഞണ്ട് കയറി വന്നിട്ടുണ്ട് റോട്ടിൽ. അങ്ങനെ നല്ല വെള്ളം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. വെള്ളം കുത്തിച്ചാടുന്ന ഇവിടെ വണ്ടികൾ പോകുമ്പോൾ ഇത്രയും അങ്ങനെ ഞങ്ങൾ ഈ റോഡിൻ്റെ പാടം കയറി ചെല്ലിടത്ത് ഒരു അമ്പലമുണ്ട്. അമ്പലം വരെ പോയി. അമ്പലത്തിൽ മകരച്ചൊക്കെയാണ് അവിടുത്തെ വിശേഷം. ഈ കാലത്ത് കുറച്ച് വെള്ളം കയറും അമ്പലത്തിൽ. നമ്മുടെ അമ്പലത്തിലേക്കാണ് പോകണം. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി അമർത്തി കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞങ്ങൾ ഇനി അമ്പലത്തിലേക്കാണ് ആ റോഡിൻ്റെ അറ്റത്ത് കാണുന്ന അമ്പലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇനി കുറച്ച് ദൂരമുണ്ട് ഈ അമ്പലത്തിലേക്ക്. അപ്പോൾ ഈ വഴികൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ.
ഇത് റോഡ് മാത്രമാണ്, പാടം സൈഡും വെള്ളമൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അത് റോഡ് മാത്രമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ വ്യൂവിൽ ഇതിപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്ന മറ്റേ പാലത്തിനേക്കാളും കുറച്ച് ഉയരമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് അത്ര വെള്ളം കയറില്ല. അപ്പോൾ ഇവിടേക്കൊക്കെ കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. ഈ അമ്പലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഈ നെറ്റ് മറിച്ചിട്ടടുത്തൊക്കെ വെള്ളം മറ്റുള്ള ഇതൊക്കെ ആയിട്ട് കച്ചവടമൊക്കെ ഉണ്ടാവും. ഈ അമ്പലത്തിൻ്റെ വലതു ഭാഗത്തായിട്ടൊരു ഹോട്ടലും ഉണ്ട്. അത് അമ്പലത്തിൽ വരുന്നവർക്കൊക്കെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ആ ഹോട്ടലിൽ കയറാം. അപ്പോൾ ഇതിപ്പോൾ അമ്പലത്തിൻ്റെ പടിക്കെട്ട് മതിൽക്കെട്ട് എത്തി ആ സൈഡിൽ വെള്ളം നിറഞ്ഞ് നിൽക്കണതാണത്. അപ്പോൾ ഞങ്ങൾ ഈ മതിൽക്കെട്ട് കഴിഞ്ഞ് ഉള്ളിൽ കടന്നു. ഓണത്തിനുള്ള ഒരുക്കത്തിനായിട്ട് ചെണ്ടുമല്ലി ചെടികളൊക്കെ ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട്. അത് നിറച്ച് അമ്പലത്തിൻ്റെ അറ്റം വരയ്ക്ക് ഗ്രോ ബാഗിൽ ഇത് വെച്ചിട്ടുണ്ട്. വെള്ളം കുറച്ചും കൂടെ കയറിയിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞ്. അപ്പോൾ ഒരു കണ്ണിക്കാല് വരയ്ക്കുള്ള വെള്ളം അവിടെ ഇങ്ങോട്ട് കയറിയ തുടക്കത്തിൽ കണ്ണിക്കാല് വരെയേ ഉള്ളൂ. പിന്നെ അവിടെ മതിലിൻ്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും മുട്ട് വരയ്ക്കുന്നുണ്ട്. അവിടെ നിന്ന് 2-3 പേര് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഗേറ്റ് അടച്ചിട്ടേക്കാണ്. അമ്പലത്തിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് പൂജയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പൂക്കളൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, തെച്ചിപ്പൂവ്. അപ്പം അതിനോട് ചേർന്നിട്ടുള്ള പാടത്തിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അമ്പലക്കുളത്തിൽ നിറച്ച് വെള്ളമുണ്ട്. അതൊക്കെ പാടത്ത് കൃഷിക്ക് വേണ്ടിയിട്ട് ആ നെറ്റൊക്കെ വിരിച്ചിട്ടേക്കണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു, അമ്പലത്തിൽ നിന്ന് യാത്ര തിരിച്ചു. വീട് സൈഡിൽ പോരുന്ന വഴിക്ക് 2 തട്ടുകട ഉണ്ട്.